പൃഥ്വിരാജ് നായകനായിട്ട് വരുന്ന പുതിയ സിനിമ ഐ നോബഡി, അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ, എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാൽ അത് കുറച്ച് കൂടുതലല്ലേ സാറേ? അതുകൊണ്ട് നല്ല ബിൽഡ് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകത കിട്ടിയതോടെ ദേഹത്തുണ്ട്. പകുതിയാക്കണ്ട, ഓ മൊത്തമായിട്ട് തന്നേക്കാം. ദാറ്റ് വാസ് കൂൾ. രാജു സാറല്ലേ സാർ? SP ഓഫീസർ രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്? SSB അവിടെ തന്നെ. പിന്നെ അതിനാ രാജീവൻ ISFC ബാങ്കിൽ പോയത്? ഈ പറഞ്ഞ രാജീവൻ ഇത് ആദ്യമായിട്ടല്ല വാർത്തകളിൽ നിറയുന്നത്. ഇതിന് മുന്നുള്ള സെക്യൂരിറ്റിനെ ലിഫ്റ്റിലിട്ട് താനിങ്ങനെ എന്നും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങൾ പോലീസുകാരെ പെട്ടുപോലോ. എന്ത് ചെയ്യാനാ സാറേ, കയ്യിലിരിപ്പ് പണ്ടേ കുറച്ച് മോശം. ബാങ്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചടക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ? ഞങ്ങൾ അമ്മനെ ചേസ് ചെയ്ത് 2 ദിവസമായിട്ട് മരുന്ന് കുറേ കിടക്കാം സാർ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാൻ വന്ന് അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ? ഓ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് ഗെയിം. അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷേ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്. അതൊക്കെയാണ് എന്റെ വലിയ കാര്യം. രാജീവൻ ഒരു ക്രിമിനലാണ്, അത് മീരയ്ക്കും അറിയാവുന്ന കാര്യമാണ്. രാജീവനൊന്നും പറയാനില്ലേ സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല. അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടെന്താ പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായി ഇപ്പം ജീവനോടില്ല. അതിൻ്റെ എൻഡിങ് വന്നപ്പോൾ അടിപൊളിയായിരുന്നു. തിരിഞ്ഞു നോക്കുന്ന സമയം കൊണ്ട് ടപ്പേന്നും പറഞ്ഞ് കട്ടായി. ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടായിരുന്നു. ടീസർ കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കര ക്യാച്ചി ആയിരുന്നു. ആൻഡ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു നോബഡി, ആരും അല്ലാത്ത ഒരാൾ എന്ന് പറയുമ്പം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളുടെ കഥ തന്നെയാണ് കാണിക്കുന്നതെന്നാണ്. പക്ഷേ അയാൾ അയാളുടേതായിട്ടുള്ളതോ അല്ലെങ്കിൽ അയാളുടേതല്ലാത്തതോ ആയിട്ടുള്ള കാരണത്താൽ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുന്നു. അതിൽ ഫൈറ്റുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഇത്തവണ വന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് മേ ബി കുറച്ചുകൂടി കൂടിയ എന്തെങ്കിലും ആയിരിക്കും. മണി റിലേറ്റഡ് ആയിട്ടുള്ള, ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്റ്റോറി റിവീൽ ചെയ്യുന്ന തരത്തിലായിരിക്കും. ഇയാളുടെ പാസ്റ്റിൽ ഉള്ള സംഭവങ്ങൾ, ഫൈറ്റ്, കാര്യങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും സിനിമ പോകുന്നത്. കിടു ട്രെയിലറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടീസർ ആണെങ്കിലും പൊളിയായിരുന്നു കേട്ടോ. രാജുവേട്ടൻ്റെ കിടു മാസ് സംഭവങ്ങളുണ്ടാവും, ഇൻക്ലൂഡിങ് ഡയലോഗ്സ്. പൃഥ്വിരാജിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മെയിൻ പഞ്ച് തരുന്ന കാര്യം. വളരെ സിമ്പിളായിട്ടുള്ള ഡയലോഗാണ്, പക്ഷേ വളരെ പഞ്ചായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ റോഷാക്കിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രിപ്പ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിലും എല്ലാവരും ഇതിൽ കാസ്റ്റിൽ കണ്ട എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർ തന്നെയാണ്, അത് നമുക്കറിയാം, ഇൻക്ലൂഡിങ് പാർവതി. സോ ഇതിൽ അത്തരത്തിലൊരു ഇമോഷണൽ ഡ്രിവൺ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അതായത് പെർഫോമൻസിന് സ്കോപ്പുണ്ട്, എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളെ സിനിമയിലേക്ക് പിടിച്ചിരുത്തുന്ന ഒരു എലമെൻറ്റ് തന്നെ ആയിരിക്കും. ട്രെയിലർ കണ്ട ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.